നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കപാലഭാതി എന്ന് പറഞ്ഞൊരു പ്രാണായാമമല്ല, ഒരു ഷഡ്ക്രിയയാണ്. ഷഡ്ക്രിയ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഭാഗത്തുള്ള കഫം എന്ന് വെച്ചാൽ കണ്ണിന് മുകളിലായിട്ടുള്ള ഈ പാരാനേസൽ, അതുപോലെ തന്നെ സൈനസ്, ഈ ഭാഗത്തേക്ക് കഫം നമുക്ക് പുറത്തേക്ക് കളയാൻ വേണ്ടി പറ്റും. ഇതിനു വേണ്ടി നമ്മൾ പത്മാസനത്തിൽ അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റുന്ന ആസനത്തിൽ ഇരിക്കുക. അതിനുശേഷം ശ്വാസം നന്നായിട്ട് വലിച്ചെടുക്കുക, ശ്വാസം വിടുക. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് നേരെ നടു നിവർത്തിയിരിക്കാം, ശ്വാസം വിട്ടുക. പിന്നെ അതിനുശേഷം നിർത്താണ്ട് ശ്വാസം എക്സേൽ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ശ്വാസം എടുക്കുന്ന സമയത്ത് വയറ് മുന്നോട്ടും ശ്വാസം വിടുന്ന സമയത്ത് വയറ് അകത്തോട്ടും പോവുക. ഇങ്ങനെ വളരെ വേഗത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇങ്ങനെ നിർത്താണ്ട് ഒരു 10-20 വട്ടം ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, അടുത്ത് വല്ല ടിഷ്യൂവോ അല്ലെങ്കിൽ കർച്ചീഫോ അങ്ങനെ വല്ലതുണ്ടെങ്കിൽ അത് അടുത്തായി വെക്കുക. കാരണം ഇത് ഇളകി വരുന്ന അത് മര്യാദയ്ക്ക് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത് മതി. ശേഷം ഇത് നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നടു നിവർന്നിരിക്കണം. പിന്നെ നമുക്ക് മുന്നോട്ട് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കുനിഞ്ഞിരിക്കാം. കാരണം ഇവിടുത്തെ പ്രഷർ അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മടിയിലേക്ക് കഫം അങ്ങനെ വല്ലതും വീഴാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ കുറച്ച് ചെരിഞ്ഞിരിക്കുന്നത്, മുന്നോട്ട് ആഞ്ഞിരിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കാം. ഇന്നത്തെ വീഡിയോയിലേക്ക് ഇത് മതി. നമസ്കാരം.